സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്. ഇനി സംഭവിക്കാൻ പോകുന്നതും ദൈവമേ. ഇവിടെയൊക്കെ വൃത്തിയാക്കുന്നത് കൊള്ളാം. പിടിച്ച് വേഗം പിടിക്ക്. എല്ലാം നല്ല കണ്ണാടി പോലെ തിളങ്ങണം. നിന്റെ മുഖവാടി ആദ്യം വൃത്തിയാക്കേണ്ടത്. എന്നിട്ട് നിന്റെ വൃത്തികെട്ട മറ്റേ മുഖം നാട്ടുകാരെ മുഴുവൻ വിളിച്ച് കാണിച്ചു കൊടുക്കും. അയ്യോടാ, എന്നിട്ട് എന്താ അങ്ങനെ ചെയ്യാഞ്ഞേ? ഏത് നിമിഷവും നീ അത് പ്രതീക്ഷിച്ചോ? പെട്ടെന്ന് വേണം. ഇപ്പോ ബംഗ്ലാവിന് നേരെ ഔട്ട് ഹൗസിലേക്ക് ആയിട്ടുള്ളൂ. ഇനി ഔട്ട് ഹൗസിന് നേരെ തെരുവിലേക്കാ. അതിനു മുമ്പ് നമ്മളത് അറിയിച്ചില്ലെങ്കിലേ ഞാൻ തന്നെ ഗണപതിയോട് അങ്ങ് ചെന്ന് പറയും. മോളെ കൊണ്ടുവന്ന വിശേഷങ്ങളൊക്കെ പറയട്ടെ. പക്ഷേ ഇനിയിപ്പൊ ഞാൻ പറഞ്ഞാലും അദ്ദേഹം അത് വിശ്വസിക്കുമെന്നാ എന്റെ സംശയം. വിശ്വസ്തരായ ജോലിക്കാര് മോളെ കൊണ്ടുവന്ന് കൊടുക്കുന്നു, അദ്ദേഹം അത് സ്വീകരിക്കുന്നു, അസുഖം മാറുന്നു. വന്ന് ഇപ്പൊ എനിക്കൊരു സംശയം, ഞാൻ തന്നെയല്ലേ അദ്ദേഹത്തിന്റെ മോളെന്ന്. സത്യം, ഒരച്ഛൻ മകളെ വിളിക്കുന്നത് കേട്ടില്ലേ? പോട്ടെ, ബൈ. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ല. ധ്വജപ്രതിഷ്ഠാ കർമ്മം ഈശ്വരൻ നമ്പൂതിരി, കോടാമ്പുഴ ക്ഷേത്ര മേൽശാന്തി ഈശ്വരൻ നമ്പൂതിരി. നിന്റെ വൈകുണ്ഠവാസം അവസാനിപ്പിക്കാൻ ദൈവമായിട്ട് എനിക്കൊരു വഴി കാണിച്ചു തന്നു. കൂടിപ്പോയ 1, 2 വേണ്ട 10 മണിക്കൂർ അതിനുള്ളിൽ ഗണപതി സാറിന്റെ ഒറിജിനൽ ഭാര്യയും നല്ല ഒന്നാന്തരം മോളെയും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് നിന്നെയും കൂടെ നിർത്തിയിട്ട് ഞാൻ പറയും, ഇത് ഒറിജിനൽ, ഇത് വ്യാജം. അതെ, നിന്നെ എനിക്ക് തീരെ അങ്ങോട്ട് വിശ്വാസം പോരാ. ഞാനില്ലാത്ത തക്കം നോക്കി വൈകുണ്ഠം നീ മൊത്തത്തിലങ്ങ് വിഴുങ്ങും. അതുകൊണ്ട് ഈ കെട്ടിലൊതുങ്ങി പൊന്നുമോള് സുഖമായിട്ട് ഇവിടെ ഇരിക്കെ, അല്ല നിക്കി. ശബ്ദിച്ചു പോകരുത്. ആരാ? എന്താ വേണ്ട? ഒരു കാര്യം അറിയാൻ വന്നതാ. ഒരു ഗണപതി അയ്യരെ അങ്ങേക്ക് ഓർമ്മയുണ്ട്? പഴയ കൂട്ടുകാരൻ. അദ്ദേഹത്തിന്റെ ഭാര്യ സാവിത്രിയെയും മോളെ അന്വേഷിച്ചിറങ്ങിയതാ. അറിയില്ല. അങ്ങ് കുടുംബമായിട്ട് ഈ വീട്ടിലാണോ താമസം? ഭാര്യയും കുട്ടികളാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഞാനൊരു നിത്യബ്രഹ്മചാരിയാ. അല്ല, എന്ന് ഇനിയൊന്നും അറിയാനുണ്ടാവില്ലല്ലോ. നിങ്ങളോടല്ലേ പറഞ്ഞു. അയ്യോ, ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല. ഗണപതി സാറിന്റെ മോളാണെന്നും പറഞ്ഞൊരു പെരുങ്കള്ളി ആ വീട്ടിൽ കയറി കൂടിയിട്ടുണ്ട്. ശരിക്കുള്ള അവകാശികളെ കിട്ടിയില്ലെങ്കിൽ എല്ലാം അവൾ കൊണ്ടുപോകും. അങ്ങനെയേ സംഭവിക്കൂ. അതിനെ വഴിയുള്ളൂ. പാവൊരു അന്തർജനത്തിനെ വഴിയാധാരമാക്കിയതിന്റെ ഫലാത് കർമ്മഫലം. ആയുസ് തീരാൻ നേരം അന്വേഷിച്ചു വന്നിരിക്കണോ? മരവും മൂത്രം എടുക്കാൻ ആളെ കിട്ടിയിട്ടുണ്ടാവില്ല. ഇനിയിപ്പൊ തനിക്ക് അറിഞ്ഞേ പറ്റും നിർബന്ധാച്ചാ അങ്ങനെ പറയാം. ഒരു യാത്രക്കാരൻ പോലും രക്ഷപ്പെടാതെ പോയ 88-ലെ വൈക്കം ബോട്ടപകടത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവൂലോ? അതിലുണ്ടായിരുന്നു സാവിത്രി മോളും. എങ്ങോട്ടാ ഇനി ഞാൻ പോവേണ്ടത്? പുറത്തേക്കോ അതോ? കെട്ടിയിട്ടപ്പോഴുള്ള ആവേശമൊന്നും ഇപ്പൊ ഇല്ലല്ലോ. കുട്ടിയെ ഞാൻ എവിടെയൊക്കെ തിരക്കെന്നറിയോ? ദേ കുട്ടി വിയർത്തിരിക്കുന്നു. എന്തൊക്കെയാണ് നീ ഇവിടെ കാട്ടുകുട്ടിയുടെ പൊണ്ണ തടിയാ? 10 അടി നീളം കൊണ്ട് മോളെ ദേ അച്ഛന് ബി പി എടുത്ത് കിടക്കുക. മോളെ ചെന്നാലേ ഇനി ശരിയാവൂ. വാ
നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടാ തടിയാ. കുട്ടി ഒറ്റയ്ക്കൊന്നും അവന്റെ അടുത്ത് പോവരുതേ. പക്ഷെ ഞാൻ നല്ലവനാ. എന്ത് തെമ്മാടിത്തനമാ താനീ കാണിച്ചു കൂട്ടിയത്? വേണ്ടാന്ന് പറഞ്ഞു മാറ്റിവെച്ചിരുന്ന ഒരു മേജർ ഓപ്പറേഷൻ വരെ തയ്യാറായിരിക്കുക ഗണപതി സാറ്. ഇനി മോളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും താലോലിച്ചിട്ട് മരിക്കുള്ളെന്നും പറഞ്ഞു. ഒക്ടോബർ 3 ആ ഓപ്പറേഷന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുപോകുക ബാംഗ്ലൂർക്ക്. ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് വരെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഭാര്യയും മോളും ജീവിച്ചിരിപ്പില്ലെന്നും കൂടെയുള്ളത് ഒരു ഫ്രോഡ് പെണ്ണാണെന്ന് പറഞ്ഞാൽ ഒക്കെയും തകടം മറിയും. അമേരിക്കയിൽ നിന്ന് പെണ്ണ് കാണാൻ ജയരാമൻ എന്നാ എത്തുക. അയക്കിഷ്ടായ സാറ് കല്യാണവും ഉറപ്പിക്കും. ഞാൻ ആലോചിച്ചിട്ട് ഒരു പോംവഴിയും കാണുന്നില്ല. കൃഷ്ണൻ ഉണ്ടാക്കിയ കുരുക്ക് കൃഷ്ണൻ തന്നെ അഴിക്കുക. അമേരിക്കയിൽ നിന്ന് അയാൾ പുറപ്പെട്ടു പോയ സ്ഥിതിക്ക് വന്ന് പെണ്ണ് കണ്ടോട്ടെ. പക്ഷെ ഒരു കാരണവശാലും കല്യാണം നടക്കരുത്. ഒരു അലവലാതി പെണ്ണിനെ അമേരിക്കക്കാരന്റെ തലയിൽ കെട്ടിവെച്ചതിന്റെ പാപഭാരം കൂടി താൻ ചുമക്കേണ്ടി വരും. വീടെത്തിയോ? വീടല്ല, ബാറ. 2 അടിച്ചിട്ട് പോവാം. കുറച്ചു ദൂരം വണ്ടി ഓടിച്ചപ്പോഴേക്കും എനിക്ക് വല്ലാത്ത തലവേദന. അപ്പൊ ഇത്രയും ദൂരം യാത്ര ചെയ്ത ജയരാമൻ സാറിന്റെ കാര്യം. വേണ്ട, ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചതാ. ഒരു ഗ്ലാസ് ബിയറെങ്കിലും എനിക്കൊരു കൂട്ടിന്. സാറിനെ പോലെ ഡീസന്റ് ആയ ആൾക്കാർ വരുന്ന സ്ഥലമായത്. സാറിന്റെ നമ്പർ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ദൂരമുള്ള യാത്ര അങ്ങ് ഒഴിവാക്കാമായിരുന്നു. അവളെ ആളത്ര പോരാ. ആര്? സാറിപ്പ കാണാൻ വരുന്ന പെണ്ണ് ഗണപതിങ്ങളുടെ മോളോ? ആ, സത്യം പറഞ്ഞാ എങ്ങനെങ്കിലും സാറിന്റെ തലയെ കെട്ടിവെക്കാനാ ഗണപതി സാറിന്റെ ശ്രമം. നാട്ടീന്ന് കിട്ടില്ല. ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. ഇലയ്ക്ക് മുള്ളിനും കേടില്ലാതെ തീർക്കാൻ പെണ്ണിനെ കണ്ടേച്ച് സാറിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് അടിച്ചങ്ങ് പറഞ്ഞേക്കണം. അങ്ങോട്ട് പോകുന്ന വഴിക്ക് സാറിന് തിരിച്ചു പോകാനുള്ള ടിക്കറ്റോടെ നമുക്ക് അങ്ങ് എടുത്തേക്കാം. എന്താ താൻ പറയുന്നത്? ഞാൻ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കണം. അവളൊരു കൊഴിഞ്ഞ കേസാ സാറേ. പുറത്ത് പറയാൻ കൊള്ളാത്ത ഒരുപാട്. സാറേ, ചൂടിയ പൂ വാടിയാലും വാടിയ പൂ ചൂടരുത്. എനിക്ക് മതി. താൻ വാ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം? ഏത് കാര്യം? പെണ്ണിനെ ഇഷ്ടമല്ലെന്ന് പറയണോന്ന് പറഞ്ഞ കാര്യം. അത് ഞാൻ കണ്ടിട്ട് തീരുമാനിച്ചോളാം. തന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയില്ലോ. സാറിന്റെ നന്മ അല്ലാതെ എന്ത്? ഇന്ന് കണ്ട എന്നോട് അത്രയ്ക്ക് സ്നേഹം. എന്തോ എനിക്ക് സാറിനെ ആദ്യം കണ്ട മാത്രയിൽ തന്നെ ഭയങ്കര ഇഷ്ടായി. അങ്ങനെ പോകരുത്. സാറൊന്ന് നിന്നേ. നമുക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാമെന്ന് വാക്ക് തരുന്നത് വരെ സാർ ഇവിടുന്ന് ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. വാക്ക് തരികയില്ല. ഗണപതി അങ്കിളിനോട് താൻ പറഞ്ഞതൊക്കെ പറയുകയും ചെയ്യും. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വിടാൻ പറഞ്ഞില്ലേ? നിങ്ങൾ വീട്ടിലേക്ക് എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. കൈവിടാൻ പറഞ്ഞില്ലേ? വിടാൻ പറഞ്ഞു. എന്നെ വിട്. ഇതാരാ? നന്ദിയുണ്ട് സാറേ, ഒരുപാട് നന്ദിയുണ്ട്. അന്നത്തെ സാറിന്റെ അടിയോടുകൂടി രക്ഷപ്പെട്ടത് എന്റെ ജീവന. ഇനി സാറാണ് എന്റെ കൺകണ്ട ദൈവം. സാറേ, നമ്മൾ തമ്മിൽ കശപിശ ഉണ്ടായതിന്റെ പിറ്റേന്ന് കോഴിക്കോട് മാർക്കറ്റിൽ ഒരു അബ്ദുറഹ്മാന്റെ കോഴിക്കട അടിച്ചു പൊളിക്കാനായിട്ടൊരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആശുപത്രിയിലായതുകൊണ്ട് എന്റെ പിള്ളേരെ അയച്ചു. അവിടെ ചെന്ന് പിള്ളേര് പണി തുടങ്ങി. മാർക്കറ്റിൽ ബോംബ് കൂട്ടി ഒന്നിച്ചു. എന്റെ വലം കൈയായിരുന്ന 3 പിള്ളേർ അതോടുകൂടി പോയി. സാർ അന്ന് എന്നെ തല്ലി ആശുപത്രി കിടത്തിയില്ലായിരുന്നെങ്കിൽ ഞാനും ആ കൂട്ടത്തിൽ പോയാലോ സാറേ. ഇപ്പോ അടിപിടിയൊക്കെ നിർത്തി വളരെ ഡീസന്റാ സാറേ. ബൈ കൊട്ടേഷൻ ഇങ്ങോട്ട് എടുക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പുതിയ പിള്ളേരാ. സാറിന്റെ ഫ്രണ്ടാ ഇത്? ഇന്നത്തെ ചെലവ് മണിയപ്പന്റെ വക. അതൊന്നും പറഞ്ഞാ പറ്റുകയില്ല. അതപ്പോ ആ മേലത്തെ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്. 4 പ്ലേറ്റ് സ്പെഷ്യൽ കൂന്തൽ. ആ ഇറച്ചി ആർക്കും കൊടുക്കണ്ടെന്ന് പറ. വന്നാട്ടെ സാറേ. വാ സാറുമാരെ.